നമസ്കാരം. കാസർകോട് ജില്ലയുടെ കായിക മുന്നേറ്റ ലക്ഷ്യമിട്ട് നിർമ്മിച്ച തൃക്കരിപ്പൂരിലെ നടക്കാവ് ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസം പിന്നിട്ടിട്ടും പരിശീലനത്തിനായി തുറന്നു നൽകാത്തത് കായിക ലോകത്ത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നു. സ്റ്റേഡിയം എത്രയും വേഗം തുറന്നു നൽകണമെന്നും തൊട്ടടുത്തുള്ള രാജീവ് ഗാന്ധി സ്മാരക സിന്തറ്റിക് ഫുട്ബോൾ സ്റ്റേഡിയം നേരിടുന്ന അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ കായിക സംഘടനകൾ സമരത്തിനൊരുങ്ങുകയാണ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 29 കോടി 32 ലക്ഷം രൂപ ചെലവഴിച്ചാണ് MRC കൃഷ്ണൻ സ്മാരക മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 8 ആയിരുന്നു ഈ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നത്. എന്നാൽ കായികതാരങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാത്തതിനുള്ള കൃത്യമായ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ബാഡ്മിന്റൺ, ബാസ്കറ്റ് ബോൾ, വോളിബോൾ തുടങ്ങി വിവിധ കായിക ഇനങ്ങളുടെ പരിശീലനത്തിനും ഒപ്പം വലിയ ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കാനും ഇവിടെ ഉചിതമായ സൗകര്യങ്ങളുണ്ട്. കൂടാതെ ജില്ലയിലെ പ്രഥമ സെമി ഒളിമ്പിക്സ് നീന്തൽക്കുളവും ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഇത്രയും മികച്ച രീതിയിൽ സജ്ജീകരിച്ചിട്ടും കായിക താരങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തത് കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം ചേർന്നുകിടക്കുന്ന സിന്തറ്റിക് ഫുട്ബോൾ സ്റ്റേഡിയം ഇപ്പോൾ പൂർണ്ണമായ തകർച്ചയുടെ വക്കിലാണെന്നും താരങ്ങൾ പറയുന്നു. കൃത്രിമ പുൽത്തകിടി പല ഭാഗങ്ങളിലും കീറിപ്പറിഞ്ഞ നിലയിലാണ്. ജില്ലയുടെ കായിക വളർച്ച ലക്ഷ്യമിട്ട് കോടികൾ മുടക്കി നിർമ്മിച്ച ഈ പദ്ധതികൾ അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള അശ്രദ്ധ കാരണം ലക്ഷ്യം കാണാതെ പോകരുതെന്നാണ് കായിക സംഘടനകളുടെ താക്കീത്.